സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എടാ നീ എവിടാ? എടാ ഞാൻ സിറ്റിയിലുണ്ട്. എടാ പിന്നെ എൻ്റെ കസിൻ രാകേഷ് ഏട്ടാ ഇന്നലെ UK വരുന്നേ. ഇനി 1 വർഷം കഴിഞ്ഞ് വരൂ. അങ്ങനെ ഫ്ലാറ്റ് റെന്റിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പറ. 2 BHK ഇപ്പൊ കൊടുക്കുന്നുള്ളേ. എടാ 3 BHK അല്ലേ? ആടാ, ഒരു റൂമില് ചേച്ചിയുടെ ഏതോ ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇപ്പൊ നാട്ടിലെന്തോ പോയേക്കാം. ആണോ? ഞാൻ ആരെങ്കിലും പറയാ. എടാ പിന്നെ ഇന്നവിടെ എന്തായാലും ആരും ഇല്ലല്ലോ, നമുക്ക് രാത്രി അവിടെ നിന്ന് കൂടിയാലോ? അങ്ങനെയാണെങ്കിൽ നീ 2 ബിയർ വാ. ആ ഓക്കെ. എടാ ഇവിടെയല്ലേ പണ്ട് ഏതൊരു പെണ്ണ് ചാടി ആത്മഹത്യ ചെയ്തത്? അല്ലേ, ഇത് ഇവിടെ ഒന്നുമല്ല, അപ്പുറത്തെ പെണ്ണില്ല. ഇനി അഥവാ അവൾ പ്രേതമായിട്ട് വന്നത് 2 പെക്ക് കുടിച്ചവൻ കൊടുക്കും, അത്രേ ഉള്ളൂ. വല്ലാത്ത കുഴപ്പമില്ല. ആ താക്കലോടാ അതവിടെ വച്ചേക്കാന്ന് പറഞ്ഞു. നോക്കുന്നുണ്ടോ? ആ കിടില ആംബുലൻസ് അല്ലേ? ഡേയ്, നീ 2 ബിയർ എടുത്തോളാം. ബിവർ ചെയ്തിട്ട് താഴെയല്ലേ, നമുക്ക് മേടിക്കാളിയാ. ഇന്നലെ പ്രേതം പോലെ തന്നെ. ഡേയ് തേഞ്ഞ്, ഇത് ചേച്ചിയുടെ ഫ്രണ്ട് ശ്രദ്ധ. ഇവര് പോയെന്നാണ് വിചാരിച്ച കോപ്പ്. ശ്രദ്ധ ചേച്ചി ചേച്ചി, ഞാൻ രാകേഷ് ഏട്ടന്റെ കസിൻ. അല്ല, ഞങ്ങളൊന്ന് സ്റ്റേ അടിക്കാൻ. സ്റ്റേ അടിക്കാൻ എന്തിനാ ബിയർ? അല്ല, ചേച്ചിയുടെ കാണില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചേ, അതുകൊണ്ടാ. ഞാൻ ഇല്ലാന്നോർത്ത് ഇവിടെ കുടിച്ച് അർമാദിക്കാൻ വന്നതാ. അല്ല ചേച്ചി ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിന്റെയൊക്കെ ചേട്ടന്റെ ഫ്ലാറ്റ്, നിന്റെയൊക്കെ ബിയർ, നിന്റെയൊക്കെ പൈസ, നിന്റെയൊക്കെ കരൺ. നീയൊക്കെ കുടിച്ച് ചാവ്. അളി മയിൽപ്പീലി പ്രസവിക്കൂടാ? സാധാരണ രീതിയിൽ പ്രസവിക്കില്ല, പക്ഷെ നിന്റെ കുഴപ്പമനുസരിച്ച് അതും പ്രസവിക്കും. നിനക്കവിടെ നേരത്തെ അറിയത്തില്ലായിരുന്നു? ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല. ഇവളെ രാകേഷ് ഏട്ടന്റെ വൈഫിന്റെ കൊളീഗ. കുറച്ചാൾ ഇവിടെ തന്നെ എന്തോ ട്രാജഡിയൊക്കെ നടന്നിട്ടുണ്ട്. എന്താ ട്രാജഡി? വല്ല ലവ് ഫീൽ ചെയ്തായിരിക്കും, അല്ലാതെ ഇവൾക്കൊക്കെ എന്തോ. അവളെയൊക്കെ കളഞ്ഞിട്ട് പോണോ? പൊട്ടനായിരിക്കും അല്ലേ? ആഹാ, ഇത്ര വട്ടം തീർത്തോ? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് വളരെ വളരെ പെട്ടെന്ന് അങ്ങ് തീർക്കുക. പ്രത്യേകിച്ച് ഇതേ പെട്ടെന്ന്. അല്ല, എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് കിരൺ. വിഷ്ണു. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ്. ഞാൻ UK നോക്കാം. അല്ല ചേച്ചിയുടെ നാളാടാ, വീട്ടിലാരൊക്കെ ഉണ്ട്? അല്ല, നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായി? 27. എനിക്ക് 25 ഉള്ളൂ. അപ്പൊ ഇനി പേര് വിളിച്ചാ മതി. എനിക്ക് എപ്പോഴേ തോന്നി ചേച്ചിക്ക് പ്രായം കുറവായിരിക്കും. നിങ്ങൾ പറഞ്ഞേ എന്താടാ? എവിടെ ഞാൻ നോക്കും. അതിന് ഞാൻ മരിക്കണം. ഓടപ്പട്ടി ഓടവണ്ടി. എന്താ? നമ്മളൊക്കെ ഒരേ വേവ് ലെങ്ത് ഓർത്താ. അതെ, നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? നല്ലൊരു ഐഡിയ. ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ഒരു കൂട്ടുകാരനെ പറ്റിച്ചത് എപ്പോഴാ? 4 ദിവസം മുമ്പ്. ദേവനാ എന്നെങ്ങനെയാടാ പറ്റിച്ചത്?
എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചിന് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഫോട്ടോ കാണിച്ചു. എന്നാൽ അങ്ങനെ ഒരു കൊച്ചില്ല. അവളെ ഞാൻ ജെമിനി ക്രിയേറ്റ് ചെയ്തു. അതെ, ഞാൻ പോരാ. ഒന്ന് ബസ്സൊന്ന് പോയിട്ടോടെ. പ്രാരംഭിക്കാനൊക്കെ നോക്കണം. ഓടാ നാറി. അല്ല, തന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ച് പറയാൻ മാത്രം അങ്ങനൊന്നുമില്ല. എന്റെ നാട് കണ്ണൂരാണ്. പിന്നെ ഹസ്ബൻഡ് ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. ഹീസ് നോ മോർ. ലാസ്റ്റ് ഇയർ ഒരു ആക്സിഡന്റ് ആയതാ. കള്ളുടിച്ച് ബോധമില്ലാതെ വന്ന 2 ചെക്കന്മാരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം. അന്വേഷിക്കാനൊന്നും പോയില്ലേ? അന്വേഷിക്കാനൊക്കെ പോയി, പക്ഷെ അവിടെ CCTV റഷസ് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ശിവമാനുണ്ടല്ലോ, ഈ ബാൽക്കണി എടുത്ത് തറയില്ല. അത്രക്കൊക്കെ വേണോ? പിന്നെ വേണം. അങ്ങനെ തന്നെ കാണിക്കാം. ഇതാരുടെ റൂമാ? ഇത് എന്റെ റൂമാ. നേരിട്ട് കയറുന്ന പോലെ അല്ലല്ലോ ഫോട്ടോയില്. ഭയങ്കര ചേഞ്ച്. മനുഷ്യന്മാരല്ലേ, മാറണ്ടേ? കൊച്ചി കായൽ ചതുപ്പിൽ നിന്നും 24-നും 28-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന 1.5 വർഷത്തിലേറെ പഴക്കമുള്ള യുവതിയുടെ ശരീരം അഴുകി ദ്രവിച്ച നിലയിൽ വീപ്പയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തി. അല്പസമയം മുമ്പ് ആളെ തിരിച്ചറിഞ്ഞുവെങ്കിലും ഈ പെൺകുട്ടിയെ 3 മാസം മുന്നേ എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലും കണ്ടിരുന്നു എന്നത് ഏറെ ദുരൂഹത ജനിപ്പിക്കുന്നു. ഈ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. 1.5 വർഷം മുന്നേ ചത്തവളം മൃതദേഹം, പിന്നെ അഴിവാതെ, പിന്നെ ഇവനൊക്കെ കിളിയാടേ. ഇവളെയൊക്കെ അടിച്ചു വന്ന് വീപ്പയ്ക്കകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇവളൊക്കെ സ്വഭാവം എന്തായിരിക്കും? സത്യം. അതെ, ആ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയല്ലെന്ന് എന്ത് ലോജിക്ക് വെച്ചാ നിങ്ങൾ പറഞ്ഞേ? അല്ല, അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ശ്രദ്ധ, ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ. ഹലോ. എടാ, പിന്നെ നിന്റെ ഫോണിലോട്ട് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടേ. നമ്മുടെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് എസ് അയച്ചു തന്നതാ. അവളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയൊന്ന് പറയണേ. ഓക്കെ ചേട്ടാ, പറയാം. ജോൺ ചേട്ടനാ, ഒരു പെങ്കുച്ചിന്റെ ഫോട്ടോ അയച്ചു തരാം. എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ പറയണേന്ന്. മിക്കവാറും മരിച്ചുപോയ കുട്ടിയുടെ ആയിരിക്കും. വൈഫൈ കട്ടാണെന്ന് തോന്നുന്നു, ലോഡാവുന്നില്ല. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരും. രാകേഷ് ചേട്ടാ. എടാ, പിന്നെ ഫ്ലാറ്റ് റെന്റിന് കൊടുക്കുന്ന കാര്യമില്ലേ, അത് വിട്ടേക്ക്. അവിടെ താമസിക്കുന്ന ശ്രദ്ധയില്ലേ, അവള് മൊത്തത്തിൽ എടുക്കാന്ന് പറഞ്ഞു. മിക്കവാറും നെക്സ്റ്റ് വീക്ക് ചെന്നൈയിൽ നിന്ന് എത്തും. എന്റെ പൊന്നേട്ടാ, അവളിവിടെ ഉണ്ട്. നീ ആരെ കാര്യം പറയുന്നേ? അവള് ചെന്നൈയിൽ ക്ലൈന്റ് മീറ്റിംഗിന് പോയതാടാ. ഇപ്പൊ കൂടെ പാർവതിയെ വീഡിയോ കോൾ വിളിച്ചേ ഉള്ളൂ. എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ ഉണ്ട്. ചെറുക്ക, ഓരോന്ന് വലിച്ചു കയറ്റിയിട്ട് ചുമ്മാ ആണെന്ന് പറയല്ലേ. അവള് ചെന്നൈ നിൽക്കുകയാണ്. ചേട്ടാ ഒരു മിനിറ്റ്, ഈ നമ്മൾ വന്ന് കയറുമ്പോ റൈറ്റ് സൈഡിൽ ആ ബാൽക്കണി ഉള്ള റൂമില്ലേ, അതാരുടെയാ? അത് ശ്രദ്ധയുടെ റൂം. അപ്പൊ അവിടെ ഇരിക്കുന്ന പെൺകൊച്ചിന്റെ ഫോട്ടോ നിനക്കെന്ത് വയ്യട കിരണേ? ശ്രദ്ധയുടെ റൂമിൽ അവിടെ ഫോട്ടോ അല്ല, പിന്നെ നിന്റെ ഫോട്ടോ ആണോ വരുന്നത്? ഈ ഫോൺ വെച്ചിട്ട് പോടേ.
അപ്പൊ ഇതാണ് ശ്രദ്ധ. അവളെന്തി? അവള് നിന്റെ അടുത്തല്ലേ? എന്റെ അടുത്തില്ല. അവിടെ കണ്ടില്ല. നീ മറ്റേ ഫോട്ടോ എടുത്ത് നോക്കിയേ. ഏത് ഫോട്ടോ? എടാ ജോൺ ചേട്ടാ അയച്ചെന്നില്ലേ? മരിച്ച നീ നോക്കിയാ കേട്ടോ. എടാ ഇത് അവളല്ലേ? എടാ പറയടാ. ജോൺ ചേട്ടാ, കുറച്ച് നേരത്തിന് മുന്നേ ഒരു പെണ്ണിന്റെ ഫോട്ടോ അയച്ചില്ലേ, മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ? എടാ അതിന് ഞാനിപ്പോ പറഞ്ഞടാ മരിച്ചുപോയ പെണ്ണിന്റെ. കുറച്ച് നേരത്തിന് മുന്നേ ഒരു ഫോട്ടോ അയച്ചു തന്നില്ലേ, എന്നിട്ട് പറഞ്ഞില്ലേ അവളെ കണ്ടാ പറയണേന്ന്? ഓ അതോ? എടാ അത് മരിച്ചുപോയ പെണ്ണൊന്നുമല്ല, അത് റിപ്പർ മേരി. എടാ എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ അവള് കാരണം ഉറങ്ങിയിട്ട് നാളുകളായി. ഒറ്റയ്ക്ക് ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റുകളിലും മറ്റുമൊക്കെ കയറി ആൾക്കാരെ തലക്കടിച്ച് കൊന്ന് അവിടുത്തെ സാധനങ്ങൾ അടിച്ചോണ്ട് പോണത് അവളുടെ സ്ഥിരം പരിപാടി. പിന്നെ നോക്കിയും കണ്ടൊക്കെ നിക്കണേ. നിന്റെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഹരമാണ്. കൊതിപ്പിച്ച് ലാസ്റ്റ് തല തല്ലി പൊളിച്ച് കൊല്ലും. അല്ല ഇതിപ്പോ ചോദിക്കുക എന്തോ കാര്യം? നിങ്ങൾ അവളെ കണ്ട? ഹലോ ഹലോ എടാ നീയൊക്കെ ഇപ്പൊ എവിടാ?